ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BNP അധികാരത്തിലേക്ക് വരികയാണ്. ഇനിയിപ്പോൾ ഷേഖ് ഹസീനയുടെ ഭാവി എന്താവും സർ? കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നിടത്തോളം കാലം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഷെയ്ഖ് ഹസീനയുടെ ഭാവി വളരെ സുരക്ഷിതമാണ്. അവർക്ക് നരേന്ദ്രമോദിയുമായി നല്ല അടുത്ത സൗഹൃദമുണ്ട്. സാധാരണയിൽ കവിഞ്ഞ ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ളതിനേക്കാൾ ഉപരി അവർ തമ്മിൽ വ്യക്തിപരമായ ഒരു കെമിസ്ട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരിവിടെ ഇന്ത്യയിൽ സുരക്ഷിതമായിട്ട് കഴിയും. അതിപ്പോൾ പാകിസ്ഥാനിലെ ഇപ്പോൾ പുതിയ ഭരണകൂടം ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും ഷെയ്ഖ് ഹസീനയെ അങ്ങോട്ടേക്ക് തിരിച്ചയക്കില്ല പ്രധാനമന്ത്രി. അവരുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കാതെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം പോണം എന്ന് പറയാതെ അവരെ അയക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഇത്തവണത്തെ ബംഗ്ലാദേശിൽ നടന്ന പോളിംഗ് വളരെ 50% താഴെയാണ് പോളിംഗ് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതായത് വോട്ടർമാരിൽ 50% താഴെ പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ, 40-45% പേര്. വേറെ ഒന്നുള്ളത്, ഇപ്പോൾ പുതിയ പ്രസിഡൻ്റ് ആവാൻ പോകുന്ന വ്യക്തി താരിഖ് റഹ്മാൻ, അദ്ദേഹത്തിന് ഇന്ത്യനെ കണ്ടുകൂടാ. ഇന്ത്യയായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവും അടുത്ത 18-20 വർഷമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായിട്ട് ലണ്ടനിലൊക്കെ ആയിട്ട് വിദേശത്തും താമസിച്ച് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇസ്ലാമിക് തീവ്രവാദികളുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ ഒരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് കൂടെ. ജമാഅത്തെ ഇസ്ലാമി ഇവർക്ക് എതിരായിട്ടാണ് മത്സരിച്ച് ഇവരുടെ അത്രയും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും താരിഖ് റഹ്മാൻ ചെയ്യാൻ പോകുന്ന അദ്ദേഹം ഈ ഇസ്ലാമിക് തീവ്രവാദികളുടെ ഒരു പാവയായിട്ട് മാറാനാണ് സാധ്യത. ഇന്ത്യനെ കണ്ടുപോകാനും ദ്രോഹിക്കും. പക്ഷേ ഓപ്പണായിട്ട് അത് വരുന്ന ഈ ദിവസങ്ങളിലൊന്നും പെട്ടെന്ന് ഒരു എടുത്തുചാട്ടത്തിന് അദ്ദേഹം മുതിരില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം കനത്ത പ്രത്യാഘാതം ഉണ്ടാവുമെന്നറിയാം. ബംഗ്ലാദേശിൽ മൊത്തം ഈ ഇസ്ലാമിക് തീവ്രവാദികളുടെ ഒരു കൂടാരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ബംഗ്ലാദേശ്. യഥാർത്ഥത്തിൽ ഈ ബംഗ്ലാദേശിൽ നടന്ന വിപ്ലവം, അതായത് ദ സോ കോൾഡ് വിപ്ലവം, അത് ജനഹിതത്തിനെതിരായിരുന്നു. ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറിക്കഴിഞ്ഞ് അവർ സൃഷ്ടിച്ച ഒരു കലാപമായിരുന്നു അത്. അതല്ലാതെ അവിടെ ഒരു വലിയ കലാപം ഉണ്ടാവേണ്ടതായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അവരുടെ സമീപനം, നമ്മളോടുള്ള സമീപനം ശത്രുത നിറഞ്ഞ സമീപനമായിരിക്കും. തൽക്കാലത്തേക്ക് അവർ സൗഹൃദത്തിൽ നിൽക്കും. അവരുടെ പുറകിലുള്ളത് ചൈനയും പിന്നെ അതേപോലെ തന്നെ അമേരിക്കയുമാണ്. ഈ ബംഗ്ലാദേശിനെ എങ്ങനെയാണ് പറയുക, അതിനെ ഈ ചതുരംഗമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ലേ, ആളെ വെച്ചിട്ട് മത്സരിപ്പിക്കുക എന്നുള്ള രീതിയിൽ, ആ രീതിയിലായിരിക്കും അയാളെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇയാളുടെ കാരണവരുടെ പേര് എന്താ പറയുക, സിയാവുർ റഹ്മാൻ എന്നായിരുന്നു. സിയാവുർ റഹ്മാൻ ഇന്ത്യയോട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അയാൾ പാകിസ്ഥാനി സൈന്യത്തിൻ്റെ സ്വന്തം ആളായിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അയാളുടെ ഭാര്യ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത്. ഖാലിദ സിയ. അവർ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. 2001 വരെ ഭരിച്ചു. അതെ, അവർ അഴിമതി കേസുകളിലൊക്കെ പ്രതിയായിരുന്നു. അവർ വളരെയധികം ഇഷ്ടംപോലെ അഴിമതി കേസുകളിലെ പ്രതിയായിരുന്നു അവർ. ആ സമയത്താണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് അന്ന് ഇയാൾ ഇവിടുന്ന് ഈ താരിഖ് റഹ്മാൻ ലണ്ടനിൽ. സഞ്ജയ് ഗാന്ധി ആയിരുന്നു അല്ലേ? സഞ്ജയ് ഗാന്ധി അതിലും വേഴ്സ്റ്റ് ആയിരുന്നു. സഞ്ജയ് ഗാന്ധിക്ക് വേഴ്സ്റ്റ് ആയിരുന്നു അയാൾ. ഇപ്പോഴല്ലേ അയാൾ എന്താ പറയുക, കഴിഞ്ഞ 2 ദിവസമായിട്ട് അയാൾ വലിയ ജനാധിപത്യവാദിയായിട്ട് മാറിയിരിക്കും. ഈ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇന്ത്യയോട് അങ്ങനെ ഒരു ശത്രുതാ നിലപാടായിരുന്നില്ല അവർക്ക്. വളരെ സൗഹാർദ്ദപരമായ നിലപാടായിരുന്നു. കാരണം ഇപ്പോൾ ടീസ്റ്റ നദിയുണ്ട്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി. ടീസ്റ്റ നദി, പിന്നെ ഫെറാക്ക ബാരേജ് പറഞ്ഞൊരു വലിയ വെള്ളം, അതൊക്കെ വളരെ എന്താ പറയണേ, വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. ടീസ്റ്റ നദിയിലെ വെള്ളം, അതേപോലെ തന്നെ ഫെറാക്ക ബാരേജിൽ നിന്ന് വെള്ളം വിട്ടുകൊടുക്കുന്നത്. അതൊക്കെ 2 കൂട്ടരും വളരെ മാന്യമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇതുവരെ പരിഹരിച്ചു പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. ഇതാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ സിറ്റുവേഷൻ. ഇന്ത്യക്ക് ഒട്ടും സൗഹാർദ്ദപരമായ ഒരു ഭരണകൂടമായിരിക്കില്ല ബംഗ്ലാദേശിൽ ഇനി നിലവിൽ വരുന്നത്.
ഈ ഷെയ്ഖ് ഹസീനയെ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടീനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ സമ്മതിച്ചില്ലല്ലോ. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. ഇപ്പോൾ അഥവാ ഷെയ്ഖ് ഹസീന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കാതിരിക്കാം, പക്ഷേ അവരുടെ രാഷ്ട്രീയ പാർട്ടീനെ മത്സരിപ്പിക്കാതിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും അവിടെ നിലവിലുണ്ടായിരുന്നില്ല. ഇത് ഈ മനുഷ്യനില്ലേ, നമ്മുടെ മുഹമ്മദ് യൂനസ്, അയാളൊരു ഇസ്ലാമിക് തീവ്രവാദിയാണ്, കടുത്ത ഇസ്ലാമിക് തീവ്രവാദിയാണ്. അയാളുടെ അവസ്ഥ ഇനി എന്താവും? അയാളെ അവർ ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ അവരൊക്കെ അയാളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കോളും. അതിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ബംഗ്ലാദേശ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെയിംസേക്ക് ഫിഗറായിരുന്നു ഇവിടെ. നാം കെ വാസ്തെ ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള രീതിയിൽ. അയാൾ രാഷ്ട്രത്തലവനൊന്നുമല്ല. അയാളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അയാൾ നല്ല മനുഷ്യനല്ല എന്നുള്ള. അയാളുടെ മുഖത്തെറ്റി എഴുതി വെച്ചിട്ടുണ്ട് അയാൾ നല്ല മനുഷ്യനല്ല. ഇന്ത്യയോടെയൊക്കെ കടുത്ത വിരോധമുണ്ട് അയാൾക്ക്. അതായത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം ഇനി അങ്ങോട്ട് മാറുകയാണ്. അതായത് നമ്മുടെ ഈ സൗത്ത് ഏഷ്യയിൽ വലിയ പ്രശ്നം, സംഘർഷത്തിന്റെ മേഖലയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും. അവർക്ക് ഈ എന്താ പറയണ, ചൈനയായിട്ടും പാകിസ്ഥാനുമായിട്ടും അവർക്കുള്ള ബന്ധം ഇന്ത്യക്ക് വിരുദ്ധമായിട്ട്, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാനായിട്ടാണ് അവർ നടത്തുക. അതുമാത്രമല്ല, ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കെതിരെ പോരാടുന്ന തീവ്രവാദികളുണ്ട്. ഉദാഹരണത്തിന് ഈ ആസാമിലും അതുപോലെ തന്നെ മേഘാലയ, ത്രിപുര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ബേസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിൽ ഒരു ഒളിസങ്കേതം ഇതാക്കാനും അവർക്ക് ആയുധം എത്തിച്ചു കൊടുക്കാനും ബംഗ്ലാദേശിൻ്റെ ഉപയോഗിക്കാനാണ് സാധ്യത പാകിസ്ഥാനും ചൈനയും. അതായത് നമുക്ക് ഒട്ടും ഗുണകരമാവില്ല. നമുക്ക് ഗുണകരമല്ല. തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെയധികം എന്താണ് പറയുന്നത്, സൂക്ഷ്മതയോടുകൂടി വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. യുദ്ധത്തിലേക്ക് പോവില്ല. കാരണം അത്രയും ഒരു ധൈര്യം ഇപ്പം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഒരു യുദ്ധത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയല്ല. പക്ഷെ നമ്മൾ പറയില്ല, പിൻ പ്രിക്സ് എന്ന് പറയില്ല, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്ക് ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡ് യുദ്ധത്തിന് പാകിസ്ഥാന് പേടിയായി ഇന്ത്യനെ നേരിടാനായിട്ട്. തവിടുപൊടിയാക്കി കളയും പാകിസ്ഥാനെ. അതും ഇന്ത്യൻ പട്ടാളത്തിന്, ഇന്ത്യൻ വ്യോമസേനയ്ക്ക്, ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇഷ്ടമുള്ളിടത്ത് കയറി ഇഷ്ടമുള്ളതുപോലെ ചെയ്തിച്ച് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ സിവിലിയൻ അപകടങ്ങളോ കാഷ്വാലിറ്റീസോ ഒന്നും ഇല്ലാതെയാണ് അവർ പോയി മറ്റേ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അതേപോലെ അതിലും വീക്കാണ് ബംഗ്ലാദേശിലെ സൈനിക നിലവാരമൊക്കെ. അപ്പോൾ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യത്തിൽ യുദ്ധത്തിലേക്ക് നയിക്കില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തീവ്രവാദികൾ ബംഗ്ലാദേശിൽ കണ്ടുവാനും തീവ്രവാദി സംഘടനകളൊക്കെ ഉണ്ട്. ഹർക്കത്തുൽ മുജാഹിദ്ദീൻ പോലെ, അല്ലെങ്കിൽ അങ്ങനെ HUM, അതേപോലെ തന്നെ പല തീവ്രവാദ സംഘടനകളും ബംഗ്ലാദേശിൽ വളരെയധികം ആക്റ്റീവാണ്. ഇത് അന്ന് ഇന്ത്യയുടെ വിദേശ നയത്തിൽ വന്ന പോരായ്മ 1971 ഈ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിട്ട് ബംഗ്ലാദേശ് രൂപീകരിച്ചു. അന്ന് അതിൻ്റെ പേര് കിഴക്കൻ പാകിസ്ഥാൻ എന്നായിരുന്നു. അത് രൂപീകരിച്ച് കഴിഞ്ഞപ്പോഴും 70,000-ഓളം പാകിസ്ഥാനി പട്ടാളക്കാർ ഇന്ത്യക്ക് കീഴടങ്ങി കഴിഞ്ഞിട്ടും നമ്മുടെ അന്നത്തെ ഭരണകൂടം ഇവർക്ക് എന്താ പറയണ, ബംഗബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിലും ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എവിടെയോ പാകപ്പിഴ വന്നു. അങ്ങനെയാണ് അവിടെ പട്ടാള വിപ്ലവമൊക്കെ ഉണ്ടായത്. പാകിസ്ഥാനി സൈന്യം അവിടെ സുശക്തമായിരുന്നു അന്ന്. ഒരു നമ്മുടെ ഇവിടെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നെങ്ങാണ്ടാണ് ബംഗ്ലാദേശിൽ പട്ടാള വിപ്ലവം നടന്ന് ബംഗബന്ധുവിൻ്റെ വീട്ടിലെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ മക്കളെയും വെടിവെച്ചു. ഈ സ്ത്രീയും പിന്നെ ഇവരുടെ അനീതിയും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവർ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ ലണ്ടനിലൊറ്റയായിരുന്നു. അവർ ഈ ഷെയ്ഖ് ഹസീനയും അവരുടെ അനീതിയും. അതുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അതല്ലെങ്കിൽ അവരെയും കൊന്നൊടുക്കിയേനെ. ഇപ്പോൾ പാകിസ്ഥാൻ പണ്ട് ഒരു നമ്മുടെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ബലൂചിസ്ഥാനിലെ ഭരണാധികാരി ഉണ്ടായിരുന്നു, ഖാൻ ഖലാട്ട് എന്ന് പറഞ്ഞിട്ട്. ഖലാട്ട് ഫാമിലിയിലെ ഖലാട്ട് രാജകുടുംബത്തിലെ ഖാൻ യഥാർത്ഥത്തിൽ അവർ ഹിന്ദുക്കളായിരുന്നു. അവർ കാലക്രമേണ ഈ പറഞ്ഞ പോലെ മുസ്ലിമായി പോയതാണ്. പക്ഷേ അവർ ഇന്ത്യയിൽ യോജിക്കാനാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയോട് ചേരാനാണ് ബലൂചിസ്ഥാന് താല്പര്യം ഉണ്ടായിരുന്നത്.
പ്രിയനറിയോ, അയാൾ എഴുത്തുവരയച്ചതാണ് ഇത്ര ജവഹർലാൽ നെഹ്റുവിന്. എന്നിട്ട് എന്ത് പറ്റി? ജവഹർലാൽ നെഹ്റു സമ്മതിച്ചില്ല. അങ്ങനെ അയാളെ നിർബന്ധിച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് ചേർത്തത്. അവസാനം പാകിസ്ഥാൻ അവർക്ക് ഫുൾ സുരക്ഷിതത്വം ഉറപ്പാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ചേർന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഖാൻ ഖലാട്ടിനെയും ഫാമിലിനെയും നിഷ്ഠൂരം കൊലപ്പെടുത്തുക ചെയ്തത് പാകിസ്ഥാനി പട്ടാളം പോയിട്ട് ജിന്നയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ അതേപോലെ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ സംരക്ഷിക്കാൻ സാധിച്ചില്ല അവർക്ക്. അന്നത്തെ ഭരണകൂടത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ അവരുടെ കാരണവരുടെ അച്ഛനൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരിപ്പോഴും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടേ എടുക്കുകയുള്ളൂ. അത് കാരണമായിരിക്കണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്ന സഹകരണത്തിന് നന്ദി പറയുകയാണ്. ഒപ്പം ഈ സഹകരണം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.